എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വെല്ലുവിളിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിമോചന സമരം നിലവിൽ സാധ്യമല്ല എന്നും മന്ത്രി പറഞ്ഞു. പ്രതികരണം: ഭിന്നശേഷിക്കാർക്ക് നിയമാനുസരണം കിട്ടേണ്ട ആനുകൂല്യത്തിന്റെ കൂടെയാണ് ഗവൺമെന്റ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി എന്നും ആരും നടത്തേണ്ട കാര്യമില്ല. സമയത്തിന് കോടതിയിൽ പോകാതെ അവരവസാനം കുറ്റം കൊണ്ട് ഗവൺമെന്റിലേക്ക് ചാരി ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയെന്ന് വെച്ചാൽ ആ വെല്ലുവിളിയൊന്നും ഗവൺമെന്റ് അംഗീകരിക്കുന്ന കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. അതിന്റെ കുറ്റം ഗവൺമെന്റിന്റെ മേൽ പഴിയാറുന്നത് ഒട്ടും ശരിയല്ല. എയ്ഡഡ് മാനേജ്മെന്റിന് വേണ്ടി കോടതിയിൽ ചെന്ന് ഗവൺമെന്റ് വാദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ സർക്കാർ മാനദണ്ഡം അനുസരിച്ച് എല്ലാ ഒഴിവുകളും ഭിന്നശേഷി സംവരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് സിറോ മലബാർ സഭ കോതമംഗലം രൂപതയുടെ പ്രതികരണം. മന്ത്രി എത്രമാത്രം ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തതയില്ല. അല്ലായെങ്കിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാരാണല്ലോ മന്ത്രിതലത്തിലേക്കും സർക്കാർ തലത്തിലേക്കും ഈ റിപ്പോർട്ടുകൾ കൈമാറേണ്ടത്. ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഒരു സത്യസന്ധമായ കൃത്യമായ റിപ്പോർട്ട് നൽകുക എന്നുള്ള ഉത്തരവാദിത്വം അധികാരികളുടേതാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂപ്പർ 4 ഉമേഷ്, ഇക്കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് NSSന്റെ കാര്യത്തിൽ മാത്രം സർക്കാർ ഇങ്ങനെ ഒരു താത്പര്യം എടുത്തിരിക്കുന്നു എന്ന വിമർശനമാണ് മറ്റ് മാനേജ്മെന്റുകൾ ഉന്നയിക്കുന്നത്. അതിൽ സർക്കാരിന്റെ മറുപടി എന്താണ്? ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് സർക്കാർ പാലിക്കുന്നു എന്ന തരത്തിലേക്കാണ് മന്ത്രി പറയുന്നത്. കോടതിയിലേക്ക് പോയത് NSS ആണ്, അതുകൊണ്ട് അവർ പറയുന്ന കോടതി നിർദ്ദേശിച്ച കാര്യം തങ്ങൾ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു തരത്തിലും ചട്ടവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നതല്ലേ സർക്കാർ നിലപാട്? തീർച്ചയായും അനുജ, അത് കൃത്യവുമാണ്. കാരണം അത്തരത്തിലൊരു ചട്ടവിരുദ്ധമായ സമീപനം ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നിലവിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അടക്കം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം NSSന് വേണ്ടി സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഭിന്നശേഷി സംവരണത്തിന് വേണ്ടിയുള്ള വിവിധ സീറ്റുകൾ മാറ്റിവെച്ച ശേഷം അതിന് മുൻകാല പ്രാബല്യത്തിൽ മറ്റ് അധ്യാപകർക്ക് അംഗീകാരം നൽകാവുന്നതാണ്, തുടർ നിയമനവും നടത്തിപ്പോകാവുന്നതാണ്. ഭിന്നശേഷി സംവരണത്തിന് വേണ്ടിയുള്ള ഈ അധ്യാപക സീറ്റുകൾ അത് മാറ്റിവെച്ചാൽ മതി എന്നുള്ള ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് പക്ഷേ ഉത്തരവിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി NSSന് ലഭിച്ചിരുന്നു. ആ വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു NSSന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് അത്തരം ഒരു ഉത്തരവിറക്കിയത്. എന്നാൽ അത് NSSന് വേണ്ടി മാത്രം ഒരു ഉത്തരവിറക്കിയെന്നും മറ്റു മാനേജ്മെന്റുകളെ തഴഞ്ഞു എന്നുള്ള ആരോപണമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അടക്കം വിവിധ മാനേജ്മെന്റുകൾ മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ യോഗ്യരായ ഭിന്നശേഷി വിഭാഗത്തിലുള്ള അധ്യാപകരെ ലഭിക്കാത്തത് കൊണ്ടാണ് തങ്ങൾ ആ ഭിന്നശേഷി സംവരണം നടപ്പാക്കാത്തത് എന്നാണ്. എന്നാൽ അതിനൊരു പരിഹാരം എന്ന നിലയിൽ ജില്ലാതല സമിതികളും സംസ്ഥാന സമിതിയും രൂപീകരിച്ച് ഭിന്നശേഷി നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒഴിവുകൾ ഈ സമിതികളിൽ റിപ്പോർട്ട് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ 5000-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് ആകെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകൾ എന്ന് പറയുന്നത് 1500-ഓളം മാത്രമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും ശക്തമായ ഒരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതവും ജാതിയും പറഞ്ഞ് വിരട്ടാൻ വരേണ്ടതില്ല. ഇപ്പോഴും മാനേജ്മെന്റുകളുമായി കൃത്യമായ നല്ല സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മന്ത്രി പറയുന്നത് പോലെ ഏതെങ്കിലും എയ്ഡഡ് മാനേജ്മെന്റിന് വേണ്ടി സർക്കാരിന് കോടതിയിൽ പോകാൻ കഴിയില്ലല്ലോ. അതായത് AGയുടെ നിയമോപദേശം തന്നെ ആ വിധി എന്ന് പറയുന്നത് NSS മാനേജ്മെന്റിന് മാത്രം ബാധകമാണ് എന്നും മറ്റു മാനേജ്മെന്റുകൾക്ക് ബാധകമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റുകൾക്ക് കോടതിയിൽ പോകാതെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് കാര്യമില്ല. സർക്കാർ നിയമപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഈ വിവിധ മാനേജ്മെന്റുകൾ, വിവിധ എയ്ഡഡ് മാനേജ്മെന്റുകൾ സർക്കാരിനെതിരെ ഈ ഒരു നിലപാടിൽ, അതായത് NSSന് വേണ്ടി ഇറക്കിയ ഉത്തരവ് തങ്ങൾക്കും ബാധകമാക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമായും മന്ത്രി പറയുന്നത് അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം, കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് NSSന് ഇറക്കി നൽകി അതേ ഉത്തരവ് ആ മാനേജ്മെന്റിന് ഇറക്കാമെന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു നടപടി എടുക്കാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എന്നുള്ള വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. അനുജ, അങ്ങനെയെങ്കിൽ ഇതിൽ എങ്ങനെയാകും ഇനി തുടർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഉമേഷ്, തീർച്ചയായും അതിലിപ്പോൾ സർക്കാർ കൃത്യമായി ഒരു കൈപ്പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 70ഓളം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിൽ ഇറക്കിയ ഉത്തരവുകളായതുകൊണ്ട് തന്നെ അതൊരു കൈപ്പുസ്തകമായി കൂടി മാനേജ്മെന്റുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൈപ്പുസ്തകമായി കൂടി ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവർ ചെയ്യേണ്ടത് ജില്ലാതല സമിതികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ മാനേജ്മെന്റുകളും ജില്ലാതല സമിതികൾക്ക് തങ്ങളുടെ ഇപ്പോൾ നിയമിച്ച, അതായത് പല അധ്യാപകരെയും മുൻകാല പ്രാബല്യത്തിൽ ഈ ഭിന്നശേഷി നിയമനങ്ങൾ നടത്തണമെന്നുള്ള സുപ്രീം കോടതി വിധിയുള്ള സാഹചര്യത്തിൽ
അതിനു മുൻപ് നിയമിച്ച പല അധ്യാപകർക്കും സ്ഥിരപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഒഴിവുകൾ ഈ ജില്ലാതല സമിതിക്ക് റിപ്പോർട്ട് ചെയ്യണം. ജില്ലാതല സമിതി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തും. ആ കണ്ടെത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലടക്കം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ അയച്ച് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷിക്കാൻ നിർദ്ദേശം നൽകും. അങ്ങനെ ഭിന്നശേഷി സംവരണത്തിന് വേണ്ടിയുള്ള സംവരണം 4% സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. അത് സംസ്ഥാന തലത്തിൽ മേൽനോട്ടം വഹിക്കാൻ ഒരു സംസ്ഥാനതല സമിതിയുണ്ട്. അതിന് മുകളിൽ ഏതെങ്കിലും രീതിയിൽ പരാതി ഉണ്ടെങ്കിൽ മന്ത്രിക്ക് നേരിട്ട് നൽകാം. മന്ത്രി നേരിട്ട് ആ പരാതി പരിഹരിക്കുമെന്നുള്ള ഉറപ്പ് മാനേജ്മെന്റുകൾക്ക് മന്ത്രി നൽകുന്നുണ്ട്. അനുജ, അതാണ് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റ് മാനേജ്മെന്റുകൾ ഒക്കെ കൈക്കൊണ്ടിട്ടുള്ള നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രംഗത്തെത്തുകയാണ്. വിരട്ടേണ്ടതില്ല എന്നൊക്കെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒപ്പം തന്നെ വിമോചന സമരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം. കോടതിയിലേക്ക് പോയി ഉത്തരവും വാങ്ങി വന്നാൽ അതനുസരിച്ച് സർക്കാർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എയ്ഡഡ് കോളേജ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി കോടതിയിലേക്ക് പോകേണ്ടത് സർക്കാരാണോ എന്ന മറുചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.